ആർ.വി. തോമസിന്റെ 71ാം ചരമവാർഷികവും അവാർഡ് സമർപ്പണവും നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വി.ഡി. സതീശൻ അവാർഡ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ ഭരണഘടന സമഗ്രമായതും സമ്പൂർണമായതുമാണെന്നും അതിന്റെ അന്തഃസത്ത വൈവിധ്യമാർന്നതും എന്തിനേയും ഉൾക്കൊള്ളുന്നതാണെന്നും ഭരണഘടനാ നിർമ്മാണ സമിതികൾ ഇത്തരം ചിന്തകൾ നൽകുവാൻ തക്കവിധത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായ ആർ.വി. തോമസിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രസ്താവിച്ചു. താൻ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് ഭരണഘടനയാണെന്നും അതിന്റെ ചൈതന്യം മുറുകെ പിടിക്കുവാൻ ഓരോ ഭാരതീയനും കടമപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആർ.വി. തോമസിന്റെ 71ാം ചരമവാർഷികവും അവാർഡ് സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അവാർഡ് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഏതാണ് ഇതുവരെ വായിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിനേക്കാൾ വലിയൊരു ഗ്രന്ഥം വായിച്ചിട്ടില്ല. അത്രയും മനോഹരമായി തയ്യാറാക്കിയ ലിഖിതമായ ഒരു ഭരണഘടന. ഓരോ പ്രൊവിൻസുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠരായ ആളുകൾ, നിയമപണ്ഡിതരായ ആളുകൾ ആവേശകരമായ കണ്ടന്റുള്ള ചർച്ചകൾ നടത്തി, ഡിബേറ്റ് നടത്തി തയ്യാറാക്കിയ അതിമനോഹരമായ ഒരു ഭരണഘടന. വൈവിധ്യമാർന്ന ചോദ്യങ്ങൾക്ക് മനോഹരമായ മറുപടികൾ നൽകിക്കൊണ്ട് പണ്ഡിറ്റ് നെഹ്റുവും രാജേന്ദ്ര പ്രസാദും ഡോക്ടർ അംബേദ്കറും എല്ലാം സംസാരിച്ച മറുപടികൾ. ഏത് കാര്യത്തിലും സംശയമുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രൊസീഡിങ്സിലേക്ക് പോയാൽ മതി. അവിടെ എല്ലാത്തിനുമുള്ള മറുപടിയുണ്ട്. ദ ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്നുള്ള അതിമനോഹരമായ ആശയത്തിന്റെ പ്രോഡക്റ്റാണത്. 5000 വർഷക്കാലത്തോളം രാജ്യത്തിനൊരു മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്, ഒരു വലിയ ലെഗസി ഉണ്ട് രാജ്യത്തിന്. യോഗത്തിൽ ആർ.വി. സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി പി.ജെ. ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തിനും കേരളത്തിനാകെ അഭിമാനമായിരുന്ന ശ്രീ ആർ.വി. തോമസ് വിട്ടുപിരിഞ്ഞിട്ട് 71 വർഷങ്ങളായിരിക്കുന്നു. പാലായിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. എല്ലാ വർഷവും ഈ പരിപാടി നടക്കുമ്പോൾ ഒട്ടേറെ മഹത്തുക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം.എൽ.എ, അവാർഡ് ജേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ, മാണി സി കാപ്പൻ എം.എൽ.എ, നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കകണ്ടം, തോമസ് ആർ.വി. തോമസ്, സീനിയർ ടോണി ജോസ്, ഡോക്ടർ സാബു ഡി മാത്യു എന്നിവരും പ്രസംഗിച്ചു. ഐ4 ന്യൂസ്, പാലാ.